ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്കയുടെ ഒരു ടോപ്പിക്കാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്ത ഒരു ടോപ്പിക്കാണ് നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇന്ത്യൻ മ്യൂസിക്കും അതുമായി ബന്ധപ്പെട്ട മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റിയെ പറ്റിയും ഒരു വീഡിയോ ചെയ്യാനായിട്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് അതിന്റെ പാർട്ട് 1 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇതിന്റെ പാർട്ട് 2 വരുന്നതാണ്. സോ നമ്മൾ പാർട്ട് 1 ഇന്ത്യൻ മ്യൂസിക്കിനെ പറ്റിയുള്ള ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും മറ്റുമാണ് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. ഓക്കെ, സോ നമുക്ക് പോയാലോ. നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനെ പ്രധാനമായും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയൂടാ? ഒന്ന് കർണാട്ടിക് സംഗീതവും മറ്റൊന്ന് നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതം. അങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, കർണാട്ടിക്കും അതുപോലെ ഹിന്ദുസ്ഥാനി. ഇപ്പൊ കർണാട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സദേൺ റീജിയനിൽ അല്ലെ, നമ്മുടെ സദേൺ റീജിയനിലാണ് എന്ത് പറഞ്ഞത് കർണാട്ടിക്. ഹിന്ദുസ്ഥാനി ആണെങ്കിലോ ഹിന്ദുസ്ഥാനി പറഞ്ഞത് നോർത്തേൺ റീജിയനിലാണ്, നോർത്ത് ഇന്ത്യയിലാണ് സംഗീതം നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതം പറഞ്ഞത് അല്ലേ. സോ നമ്മൾ ആദ്യം കർണാട്ടിക് സംഗീതത്തെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. ഇപ്പം കർണാട്ടിക് സംഗീതം ഉടലെടുത്തത് നമ്മുടെ വിജയനഗര ഡൈനാസ്റ്റിയിൽ നിന്നാണ്. അത് ഇടയ്ക്കൊരു എക്സാമിന് ചോദിച്ചതാണ്, ഏത് വംശത്തിൽ നിന്നുമാണ് കർണാട്ടിക് സംഗീതം ഉടലെടുത്തത്. കർണാട്ടിക് സംഗീതം ഫോം ചെയ്ത് വിജയനഗര എംപയറിൽ നിന്നാണ്. ആ വിജയനഗര സാമ്രാജ്യത്തിലെ സംഗീതജ്ഞനായ പുരന്ദർ ദാസ് ആണ് ദ ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയി എക്സാമിന് കഴിഞ്ഞ 2-3 വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. ദ ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക് ആരാണ്? പുരന്ദർ ദാസ്. ആരാണ് പുരന്ദർ ദാസ്? അദ്ദേഹം വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗീതജ്ഞനായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ കർണാട്ടിക് സംഗീതത്തില് 7 താളങ്ങളാണ് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ MDS എക്സാമിന് ചോദിച്ചതാണ്, കർണാട്ടിക് സംഗീതത്തിൽ എത്ര താളങ്ങളുണ്ട്? 7 താളം. എത്ര താളം? 7 താളം. ഏതൊക്കെയാ? ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ജംബതാളം, ത്രിപുടതാളം, അധതാളം, ഏകതാളം. കേട്ടോ, ഏതൊക്കെയാടാ? 7 കൃത്യമായി പഠിക്കുക. ഏതൊക്കെയാടാ? ധ്രുവതാള, മധ്യതാള, രൂപകതാള, ജംബതാള, ത്രിപുടതാള, അധതാള, ഏകതാളം. അങ്ങനെ 7 താളങ്ങളും. ഇനി എത്ര രാഗങ്ങൾ എന്നറിയോ? 72 രാഗങ്ങൾ. എത്ര രാഗങ്ങളാണ്? 72 രാഗം. കേട്ടോ, 7 താളവും 72 രാഗങ്ങളുമാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കർണാട്ടിക് സംഗീതത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൃത്യമായി പഠിച്ചു വെച്ചു. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും, ഏതൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്? തമ്പുരു, മൃദംഗം, വയലിൻ, ഘട്ടം, വീണ, ഫ്ലൂട്ട്. കേട്ടോ, ഏതൊക്കെയാടാ? തമ്പുരു, മൃദംഗം, വയലിൻ, ഘട്ടം, വീണ, ഫ്ലൂട്ട്. ഇതാണ് മെയിനായും നമ്മുടെ കർണാട്ടിക് സംഗീതത്തിൽ ഉപയോഗിക്കുന്ന എന്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കർണാട്ടിക് സംഗീതം ഏതൊക്കെ ക്ലാസിക്കൽ ഡാൻസിലാണ് മെയിനായി ഉപയോഗിക്കുന്നത്? നമ്മുടെ ഭരതനാട്യം അല്ലെ, ഭരതനാട്യവും അതുപോലെ നമ്മുടെ കുച്ചിപ്പൊടി അല്ലെ. നമ്മുടെ ഭരതനാട്യത്തിലും കുച്ചിപ്പൊടിയിലും ഉപയോഗിക്കുന്ന സംഗീതം ഏതാ? കർണാട്ടിക് സംഗീതമാണ് അല്ലെ. ഭരതനാട്യം ഏത് സ്റ്റേറ്റ് ആണ്? ഭരതനാട്യം തമിഴ്നാടാണ് അല്ലെ. തമിഴ്നാടിന്റെ ഭരതനാട്യവും കുച്ചിപ്പൊടി ആണെങ്കിലോ ആന്ധ്രാപ്രദേശ് അല്ലെ. ആന്ധ്രാപ്രദേശിന്റെ കുച്ചിപ്പൊടി. ഈ 2 ക്ലാസിക്കൽ ഡാൻസിൽ ഉപയോഗിക്കുന്നത് ഏത് സംഗീതമാ? കർണാട്ടിക് മ്യൂസിക് ആണ്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? തമ്പുരു, മൃദംഗം, വയലിൻ, ഘടം, വീണ, ഫ്ലൂട്ട്. കേട്ടാ. ഇനി കർണാട്ടിക് സംഗീതത്തിന്റെ പിതാവ് ആര്? അത് പുരന്ദർ ദാസ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, ആരൊക്കെയാണ് കർണാട്ടിക് സംഗീതത്തിന്റെ 3 ജുവൽസ്, ത്രിരത്നങ്ങളെന്ന് ചോദിക്കും. ദ 3 ജുവൽസ് ഓഫ് കർണാട്ടിക് മ്യൂസിക്. കർണാട്ടിക് സംഗീതത്തിന്റെ ത്രിരത്നങ്ങൾ ആരൊക്കെയാണ്? 3 ജുവൽസ് ഓഫ് കർണാട്ടിക് മ്യൂസിക്. അതിൽ ആര് വരൂല? അതിൽ പുരന്ദർ ദാസ് ഇല്ല. അതിൽ പറഞ്ഞ ആരൊക്കെയാ? ത്യാഗരാജ സ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമ ശാസ്ത്രികൾ. ആരൊക്കെയാണ്? ത്യാഗരാജ സ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമ ശാസ്ത്രികൾ. ഇവരാണ് കർണാട്ടിക് സംഗീതത്തിന്റെ 3 ജുവൽസ് എന്ന് പറയുന്നത്. കേട്ടോ, അപ്പോ കർണാടക സംഗീതത്തിന്റെ പിതാവ് ആരാണ്? പുരന്ദരദാസും. അതുപോലെ കർണാടക സംഗീതത്തിന്റെ ത്രിരത്നങ്ങൾ ആരൊക്കെയാണ്? ത്യാഗരാജ സ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമ ശാസ്ത്രികൾ. ഇനി
ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരുപാട് പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ്, ദ ക്യൂൻ ഓഫ് കർണാട്ടിക് മ്യൂസിക് ആരാണ്? കർണാട്ടിക് സംഗീതത്തിന്റെ ക്യൂൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമ്മുടെ എം എസ് സുബ്ബലക്ഷ്മിയാണ് കേട്ടോ. നമ്മുടെ എം എസ് സുബ്ബലക്ഷ്മിയാണ് കർണാട്ടിക് സംഗീതത്തിന്റെ രാജ്ഞി, ക്യൂൻ എന്ന് അറിയപ്പെടുന്നത്. ആരാണ്? എം എസ് സുബ്ബലക്ഷ്മി. എം എസ് സുബ്ബലക്ഷ്മി ഒരു ഇമ്പോർട്ടൻസ് ഇല്ലേ? എന്താണ്? നമ്മുടെ ഭാരതരത്ന, നമ്മുടെ ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ മ്യൂസിഷ്യൻ, ദ ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസിഷ്യൻ ടു ഗെറ്റ് ഭാരതരത്ന 1998 എം എസ് സുബ്ബലക്ഷ്മിക്ക് എന്ത് ലഭിച്ചത്? ഭാരതരത്ന ലഭിച്ചത് കേട്ടോ. ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസിഷ്യൻ ടു ഗെറ്റ് ഭാരതരത്ന. ഭാരതരത്ന ലഭിച്ച ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസിഷ്യൻ ആരാണ്? എം എസ് സുബ്ബലക്ഷ്മി, ദ ക്യൂൻ ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്നറിയും. അതുപോലെ എം എസ് സുബ്ബലക്ഷ്മി വർഷം കൃത്യമായി നോട്ട് ചെയ്ത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. 1998 എം എസ് സുബ്ബലക്ഷ്മിക്ക് എന്ത് ലഭിക്കുന്നത്? ഭാരതരത്ന ലഭിച്ചത്. സോ ഇതാണ് നമ്മുടെ കർണാട്ടിക് സംഗീതം എന്ന് പറയുന്നത് കേട്ടാ. ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക് പുരന്ദർ ദാസ്. എത്ര താളം? 7 താളം. എത്ര രാഗം? 72 രാഗം കേട്ടാ. ത്രിരത്നങ്ങൾ ആരൊക്കെയാ? ത്യാഗരാജ സ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമ ശാസ്ത്രികൾ. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നു നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതം. നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ രണ്ടാമത്തെ സംഗീതമാണല്ലേ ഹിന്ദുസ്ഥാനി അല്ലെ. ഹിന്ദുസ്ഥാനി സംഗീതത്തിന് എത്ര ഫോംസ് എന്ന് നോക്കടാ. മേജർ ഫോംസ് ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക് കേട്ടാ. അതിലൊന്നാണ് ധ്രുപദ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ അവിടെ കർണാട്ടിക് സംഗീതത്തിൽ ഉള്ള പോലെ തന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ, ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് വരുമ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട ഫോംസുകളാണ്. ഒന്ന് ധ്രുപദ് എന്ന് പറയും. ധ്രുപദാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫോം കേട്ടോ. ഹിന്ദുസ്ഥാനിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ധ്രുപദാണ്. ധ്രുപദിനെ പ്രധാനമായും 4 ഖരാനയായി എന്ത് ചെയ്യുന്നുണ്ട്? തിരിക്കുന്നുണ്ട്. ഈ ഖരാന എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഗീതമായി കേട്ടോ, നോർത്ത് ഇന്ത്യയിലെ സംഗീത ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു സൊസൈറ്റിയാണ്, ഒരു എന്താ പറയാം, നമുക്കൊരു കൂട്ടായ്മ എന്നൊക്കെ പറയാം. അതാണ് ഖരാന. ഒരുപാട് ഖരാന, ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ ഖരാനായിട്ടുണ്ട്. ഓക്കെ, സോ അതില് 4 ഖരാനകളായി എന്തിനെ തിരിച്ചിട്ടുണ്ട്? നമ്മുടെ ഹിന്ദുസ്ഥാനിയിലെ എന്താണ്? ധ്രുപദിനെ തിരിച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കടാ. ഒന്ന് ഡാഗരി ഖരാന, ഡാഗരി ഖരാന. രണ്ടാമത്തത് ദർബാംഗ ഖരാന. മൂന്നാമത്തത് ബേഠി ഖരാന. നാലാമത്തെ തൽവണ്ടി ഖരാന. അങ്ങനെ 4 ഖരാനയായി എന്തിനെ തിരിച്ചിട്ടുണ്ട്? ധ്രുപദിനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹിന്ദുസ്ഥാനിലെ ആദ്യത്തെ ഫോംസ്, ഏറ്റവും പഴക്കം ചെന്ന ഫോമാണ് ഏത്? ധ്രുപദ് ഫോം. അതിനെ 4 ഖരാനയായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഖരാനകൾ? ഡാഗരി ഖരാന, ദർബാംഗ ഖരാന, ബേഠി ഖരാന, തൽവണ്ടി ഖരാന. അപ്പൊ ഇതിൽ എക്സാം ഇങ്ങനെ ചോദിക്കട്ടെ, ഇതിൽ ഏതെങ്കിലും ഒരു 3 1 2 3 3 ഖരാന തന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ഖരാന ഓപ്ഷൻ തന്നിട്ട് ചോദിക്കും ഇതിൽ ഏത് ഖരാനയാണ് ധ്രുപദിന്റെ ഭാഗം അല്ലാത്തതെന്ന് ചോദിക്കും. സോ ധ്രുപദിന്റെ ഭാഗമായ 4 ഖരാനകൾ ഏതൊക്കെയാണ്? ഡാഗരി, ദർബാംഗ, ബേഠി, അതുപോലെ തൽവാണ്ടി. ഇനി അടുത്ത് രണ്ടാമത്തെ ഫോംസ് ആണ് ഖയൽ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ് ആണ് ഖയൽ സംഗീതം എന്ന് പറയുന്നത്. ഖയലിലെ 3 പ്രധാന ഘരാനകൾ വരുന്നുണ്ട് കേട്ടോ. ഖയലിൽ വരുന്ന ഘരാന ഏതൊക്കെയാടാ? ഗോളിയാർ ഖരാന, കിരാന ഖരാന, ആഗ്ര ഖരാന. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഖരാന കൃത്യമായി പഠിച്ചു വെച്ചോ. നമ്മുടെ ഖയലിൽ വരുന്ന 3 ഖരാനകൾ ഏതൊക്കെയാണ്? ഗോളിയാറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഖരാനകളിൽ ഏറ്റവും പഴക്കം ചെന്ന ഖരാന, ദ ഓൾഡസ്റ്റ് ഖരാന ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഗോളിയാർ ഖരാനകൾ കേട്ടോ. ഗോളിയാർ ഖരാനയാണ് ഖരാനകളിൽ ഏറ്റവും പഴക്കം ചെന്ന ഖരാന എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്താണ് കിരാന, മൂന്നാമത്തെ ആഗ്ര. അപ്പൊ ഇത് 3 ഏത് ഫോംസുമായി ഹിന്ദുസ്ഥാനിലെ ഖയൽ സംഗീതമായി, ഖയൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഖരാനകളാണ് ഏത്? ഗോളിയാർ, കിരാന, ആഗ്ര ഖരാന. അതിൽ ഗോളിയാർ ഖരാനയാണ് നമ്മുടെ ഇന്ത്യയിലെ ഖരാനകളിൽ ഏറ്റവും ഓൾഡസ്റ്റ് ഖരാന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹിന്ദുസ്ഥാനിലെ മൂന്നാമത്തേതാണ് തുംദ്രി. ഇതാണ് തുംദ്രി കേട്ടോ. മൂന്നാമത്തത് തുംദ്രി. ഈ തുംദ്രി എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനമായും ഇതിലും ഒരു 3 ഖരാന വരുന്നുണ്ട്. ഏതൊക്കെയെന്ന് നോക്കടാ. തുംബ്രിയിൽ വരുന്ന 3 ഖരാനകൾ ബനാറസ്, ലക്നൗ, പാട്ടിയാല കേട്ടോ. തുംബ്രിയിൽ വരുന്ന ഏതൊക്കെയാണ്? ബനാറസ് ഖരാന, ലക്നൗ ഖരാന, പാട്ടിയാല ഖരാന. സോ ഖരാന കൃത്യമായി പഠിക്കണം കേട്ടോ. സോ ആദ്യം ധ്രുപദിൽ വന്നത് 4 ഏതൊക്കെയാ? ഡാഗരി, ദർബാംഗ, പേഠിയ, താൽവാണ്ടി. അടുത്ത്
ഖയാലിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഖയാലി വരുന്ന ഘരാന ഏതാ? ഗോളിയാർ ഘരാന, കിരാന ഘരാന, ആഗ്ര ഘരാന. ദെൻ നമ്മുടെ തുമ്രിയിൽ വരുന്നത് ഏതൊക്കെയാണ്? തുമ്രിയിൽ വരുന്നത് ബനാറസ് ഘരാന, ലക്നോ കലാന, എന്താണ് പാട്യാല ഘരാന. കേട്ടോ, പാട്യാല ഘരാന. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെക്കാം. BLP അല്ലെ. സോ BPL എന്ന് ഇട്ടാ പോരെ, BPL അല്ലെ, BPL തുമ്രി എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലെ. സോ നമുക്ക് അവിടെ അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. BPL തുമ്രി, BPL തുമ്രി എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഏതൊക്കെ ഘരാന എന്ന് കിട്ടും. തുമ്രിയിൽ വരുന്ന ഘരാന ആരൊക്കെയാ? B ബനാറസ്, P പാട്യാല, L ലക്നോ അല്ലെ. BPL തുമ്രി. അതുപോലെ നമുക്ക് നേരത്തെ വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം അല്ലെ. നമുക്ക് GKA. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ AKG എന്ന് എടുക്കാലോ. AKG നമുക്ക് നമ്മുടെ AKG ഉണ്ടല്ലോ. സോ അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം. AKG ഖയാൽ എന്ന് നോക്കാം. AKG ഖയാൽ. A4 ആഗ്ര, K4 കിരാന, G4 ഗോളിയ. അങ്ങനെയൊക്കെ ഒരു ഷോർട്ട് കട്ട് ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, എടുത്തു വെക്കാൻ പറ്റും കേട്ടോ. സോ ഖയാൽ ഏതൊക്കെയാ? AKG ഖയാൽ. A4 ആഗ്ര, K4 എന്താണ് കിരാന, G4 ഗോളിയ. അതുപോലെ തുമ്രി, ഏത് തുമ്രി? BPL തുമ്രി. BPL B4 ബനാറസ്, P4 പാട്യാല, L4 ലക്നോ. APL തുമ്രി കേട്ടോ. ഇനി നമ്മുടെ സുമ്രി സംഗീതത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു പാട്ടുകാരിയാണ് ഗിരിജാദേവി കേട്ടോ. ദ ക്യൂൻ ഓഫ് തുമ്രി എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഒരു പ്രീവിയസ് ചോദ്യം ഒരു PVQ ആണ്. ദ ക്യൂൻ ഓഫ് തുമ്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ഏത് പാട്ടുകാരിയാണ്? ആര്? ഗിരിജാദേവി. അതുപോലെ ഒരാളാണ് നമ്മുടെ തുമ്രി സംഗീതത്തിൽ ഏറ്റവും ഫേമസ് ആയ ബീഗം അക്തർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബീഗം അക്തർ. 1-2 തവണ PVS ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി നമ്മൾ അറിയപ്പെടും ദ ക്യൂൻ ഓഫ് ഗസൽ എന്നറിയപ്പെടും. ഗസലിന്റെ റാണി, ദ ക്യൂൻ ഓഫ് ഗസൽ അല്ലെങ്കിൽ മല്ലിക ഇ ഗസൽ. ദ ക്യൂൻ ഓഫ്, അതിന്റെ അർത്ഥം കേട്ടോ. ക്യൂൻ ഓഫ് ഗസലിന്റെ വേറൊരു യൂസേജ് ആണ് മല്ലിക ഇ ഗസൽ. മല്ലിക ഇ ഗസൽ എന്നറിയപ്പെടുന്ന ക്യൂൻ ഓഫ് ഗസൽ ആരാണ്? ബീഗം അക്തർ. ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാലിക് ഗസലിന്റെ കിങ് മാലിക് ഇ ഗസൽ ആരാണ്? സംഗീതത്തിന്റെ ഗസൽ ഓഫ് കിങ് ഓഫ് ഗസൽ ആരെന്നറിയോടാ? അത് ജഗജീത് സിംഗ് ആണ്. ജഗജീത് സിംഗ് ആണ് ദ കിങ് ഓഫ് ഗസൽ, മാലിക് ഇ ഗസൽ കേട്ടോ. അതുപോലെ മല്ലിക ആരെന്ന് ചോദിച്ചാൽ മല്ലിക ഇ ഗസൽ. ക്യൂൻ ഓഫ് ഗസൽ ആരെന്ന് ചോദിച്ചാൽ ബീഗം അക്തർ കേട്ടോ. ദ കിങ് ഓഫ് ഗസലും ക്യൂൻ ഓഫ് ഗസലും. കിങ് ഓഫ് ഗസൽ ചോദിച്ചാൽ ആരാണ്? കിങ് ചോദിച്ചാൽ ജഗജീത് സിംഗും. ക്യൂൻ ഓഫ് ഗസൽ മല്ലിക ഇ ഗസൽ. ക്യൂൻ ഓഫ് ഗസൽ ചോദിച്ചാൽ ആരാണ്? ബീഗം അക്തർ. അപ്പൊ ബീഗം അക്തറും തുമ്രി സംഗീതത്തിലുമായി ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുകാരിയാണ്. അതുപോലെ ദ ക്യൂൻ ഓഫ് തുമ്രി എന്നറിയപ്പെടുന്നത് ബീഗം അക്തർ അല്ല, ആരാണ്? അത് ഗിരിജാദേവിയാണ് ദ ക്യൂൻ ഓഫ് തുമ്രി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയെന്ന് നോക്കടാ. ഏതൊക്കെയാണ്? സിത്താർ, സാരോദ്, പഗ്വാജ്, ഷെഹനായി, തബല, തമ്പുര നോക്കിയാണ്. തമ്പുര് നമ്മുടെ കർണാട്ടിക്കിലും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ കൃത്യമായി നോട്ട് ചെയ്തു. കർണാട്ടിക് സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഏത്? തമ്പുര കേട്ടോ. തമ്പുര രണ്ടിലും, കർണാട്ടിക്കിലും ഹിന്ദുസ്ഥാനിലും ഉപയോഗിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടിലും ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതെന്ന് ചോദിക്കും, തമ്പുരയാണ് കേട്ടോ. അതുപോലെയാണ് ഹാർമോണിയം, ബാൻസുരി, സാരംഗി കേട്ടോ. അത് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംഗീതം ഇല്ല, ഗസലിലൊക്കെ ഉപയോഗിക്കുന്ന സംഗീതങ്ങളാണ് അല്ലെ. ഏതൊക്കെയാടാ? സിത്താറ്, സാരോദ്, പക്വാജ്, ഷെഹനായി, തബല, തമ്പുര, ഹാർമോണിയം, ബാൻസുരി, സാരംഗി. ഇതൊക്കെയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എന്താണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ഇതിൽ തമ്പുര കൃത്യമായി നോട്ട് ചെയ്യുക. ഹിന്ദുസ്ഥാനിലും കർണാട്ടിക്കിലും ഉപയോഗിക്കുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഏത്? തമ്പുര എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 3 പ്രധാനപ്പെട്ട ഫോംസുകളാണ് ഹിന്ദുസ്ഥാനിൽ പറഞ്ഞത്. ഏതൊക്കെയാണ്? ധ്രുപദ്, ഖയാല്, തുമ്രി കേട്ടോ. ധ്രുപദ്, ഖയാല്, തുമ്രി കേട്ടോ. അതുപോലെ ഖരാനകൾ കൃത്യമായി പഠിക്കണം. ധ്രുപദിലെ ഖരാന ഏതൊക്കെയാ? അത് ഡാഗേരി, ദർബാംഗ, ബേട്ടിയ, ഹൽവാണ്ടി ഖരാന. ഖയാലിലാണെങ്കിലോ AKG ഖയാൽ. A4 ആഗ്ര, K4 കിരാന, G4 ഗോളിയ. അതിൽ ഖരാനിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഖരാനയാണ് ഗോളിയ. അതുപോലെ നമ്മുടെ തുമ്രി അതൊക്കെയാ? തുമ്രി തുമ്രി എന്നാ പഠിച്ചത് നമ്മൾ? BPL തുമ്രി. B4 ബനാറസ്, P4 പാട്യാല, L4 ലക്നോ. BPL തുമ്രി അല്ലെ. ദ ക്യൂൻ ഓഫ് തുമ്രി ഏത് പാട്ടുകാരിയാ? ഗിരിജാദേവി കേട്ടോ. ഗിരിജാദേവി. അതുപോലെ നമ്മുടെ ക്യൂൻ ഓഫ് ഗസലിന്റെ റാണി എന്നറിയപ്പെടുന്നത് ആരാ? ബീഗം അക്തർ. രാജാവോ? ദ കിങ് ഓഫ് ഗസൽ ജഗജീത് സിംഗ് ആണ്. ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഖരാനകളും ഈ ഖരാനയുടെ ഫൗണ്ടേഴ്സും. ഞാൻ പറഞ്ഞല്ലോ ഖരാന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഖരാന എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അതൊരു
പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയാണ്, ഒരു സംഗീത കൂട്ടായ്മയാണ് എന്ത്, ഈ ഘരാന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഒരുപാട് ഒരുപാട് പ്രദേശങ്ങളിൽ ഓരോ ഘരാനകളുണ്ട്. അപ്പൊ നമ്മുടെ എക്സാം പോയിന്റ് ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് ആഗ്ര ഘരാന, അല്ലെങ്കിൽ ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് ലക്നോ ഘരാന എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഘരാനയുടെ ഫൗണ്ടേഴ്സ് എന്നും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. സോ നിങ്ങൾ ഇത് കൃത്യമായി എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. ഓക്കെ, സോ ഞാൻ ഇത് എടുത്തിരിക്കുന്ന മൊത്തവും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഘരാനകളും അതിന്റെ ഫൗണ്ടേഴ്സുമാണ് കേട്ടോ. സോ അതുകൊണ്ട് ഇതിലൊന്നും മിസ് ചെയ്യരുത്. കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സാമിന് കിട്ടും. സോ ഇതെല്ലാം കൃത്യമായി പഠിച്ചിരിക്കുക. കാരണം ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ച് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഘരാനകളാണ്. സോ അതിൽ ഫസ്റ്റ് വരാണ് ഗോളിയാർ ഘരാന. ഫസ്റ്റ് ഘരാന ഏതോടാ, നമ്മുടെ ഗോളിയാർ ഘരാനയാണ്. ഗോളിയാർ ഘരാനയുടെ സ്ഥാപകർ എന്ന് പറയുന്നത് ഉസ്താദ് നാഥു ഖാനും ഉസ്താദ് നാദൻ പിർ ബക്ഷുമാണ് കേട്ടാ. നമ്മുടെ ഏത് ഗോളിയാർ, നമ്മുടെ ഏറ്റവും പഴക്കം ചെന്ന ഘരാനയാണ് അല്ലേ ഏത്, ഗോളിയാർ ഘരാന. അതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ഉസ്താദ് നാഥു ഖാനും ഉസ്താദ് നാദൻ പിർ ബക്ഷും. അതുപോലെ ഈ ഘരാനയെ ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരാണ് നമ്മുടെ ഇവരുടെ ഈ നാദു ഖാന്റെയും നാദൻ പിർ ബക്ഷന്റെയും ഗ്രാൻഡ് സൺ ആയ ഹദു, ഉസ്താദ് ഖദു, അതുപോലെ തന്നെ ഉസ്താദ് ഗസു, അതുപോലെ തന്നെ നാദു കേട്ടാ. സോ ഇവരത് നോട്ട് ചെയ്തു കേട്ടോ. കാരണം ഞാൻ ഇടയ്ക്ക് വേറൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ നമ്മുടെ ഗോളിയാർ ഘരാനയുടെ ഫൗണ്ടേഴ്സ് ആണ് നാദു ഖാനും നാദൻ ബിർബക്ഷും. അതുപോലെ ഇവരുടെ ഗ്രാൻഡ് സണ്ണുമാരാണ് ഹദുവും ഗസുവും കേട്ടാ. ചോദിക്കും ഗദു ഖാനും ഗസു ഖാനും, ഉസ്താദ് ഗസു ഖാനും ഉസ്താദ് ഗദു ഖാനും ഏത് ഘരാനയുമായി ബന്ധപ്പെട്ടതാ, ഗോളിയാർ ഘരാനയ കേട്ടാ. ഈ നാദൻ ബിർബക്ഷന്റെ ഗ്രാൻഡ് സണ്ണുകളാണ് ആര്, ഗദുവും ഗസുവും. ഓക്കെ, സോ ഗോളിയാർ ഘരാന. ഇനി ആഗ്ര ഘരാന. ആഗ്ര ഘരാനയുടെ ഫൗണ്ടർ ആണ് ഹാജി സുജൻ ഖാൻ. ആരാടാ, ഹാജി സുജൻ ഖാൻ കേട്ടാ. ഇത് ഈ ഇടയ്ക്ക് 2021 എക്സാമിന് ചോദിച്ചൊരു ചോദ്യം, CHSL ചോദിച്ച ചോദ്യം കേട്ടാ. ആഗ്ര ഘരാനയുടെ സ്ഥാപകൻ ആര്, ആഗ്ര ഘരാനയുടെ സ്ഥാപകനാണ് ഹാജി സുജൻ ഖാൻ ആണ്. അതുപോലെ മറ്റൊരു ഘരാനയാണ് റംഗീല ഘരാന. ഇത് നമ്മുടെ ആഗ്ര റീജിയനിൽ തന്നെയുള്ള മറ്റൊരു ഘരാനയാണ് റംഗീല ഘരാന. അതിന്റെ സ്ഥാപകനാണ് ഫയാസ് ഖാൻ എന്ന് പറയും. ആരാണ്, ഫയാസ് ഖാൻ. ഫയാസ് ഖാൻ മികച്ചൊരു പാട്ടുകാരൻ കൂടിയാണ് കേട്ടോ. അദ്ദേഹമാണ് രംഗീല ഘരാന ഏത് റീജിയൻ തന്നെയാണ്, ആഗ്ര റീജിയൻ തന്നെയാണ് കേട്ടോ. സോ അതിന്റെ ഫൗണ്ടർ ഫയാസ് ഖാൻ. അതുപോലെയാണ് ജയ്പൂരിലെ ആട്രോലി ഘരാന കേട്ടോ. ജയ്പൂരിലെ എവിടെയാണ്, ജയ്പൂരിലെ ഏത് ഘരാന, ആട്രോലി ഘരാന. ആട്രോലി ഘരാനയുടെ സ്ഥാപകനാടാ അല്ലാധിയ ഖാൻ. ആരാടാ, അല്ലാധിയ ഖാൻ. അല്ലാധിയ ഖാൻ ആണ് ഇതിന്റെ ജയ്പൂർ ആട്രോലി ഘരാനയുടെ സ്ഥാപകൻ. അതുകൊണ്ട് കിരാന, നമ്മുടെ കിരാന നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതാണല്ലേ, നമ്മുടെ AKG ആഗ്ര കിരാന ഗോളിയർ. ഏത്, ഖയാൽ കിരാനയിലെ നമ്മുടെ കിരാന അല്ലെ, ഖയാൽ ഖരാനയിലെ കിരാന. അതിന്റെ ഏത് റീജിയൻ, ഔദാണ്, നമ്മുടെ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിന്റെ ഔദ് റീജിയനിലാണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫൗണ്ടേഴ്സ് ആരൊക്കെ നോക്കടാ, അബ്ദുൽ കരീം ഖാനും അബ്ദുൾ വഹീദ് ഖാനും കേട്ടോ. ആരൊക്കെയാണ് കിരാന ഖരാനയുടെ ഫൗണ്ടേഴ്സ്, അബ്ദുൽ കരീം ഖാനും അബ്ദുൾ വാഹിദ് ഖാനുമാണ് ഇതിന്റെ സ്ഥാപകർ. ഇമ്പോർട്ടന്റ് ആണ്, എക്സാം പ്രീവിയസ് ഇയർ ചോദ്യം കൂടിയാണ് കേട്ടോ. അതുപോലെ അടുത്ത ലക്നോ, നമ്മുടെ AKGയിലെ അല്ല നമ്മുടെ BPL അല്ലേ, നമ്മുടെ BPL ആണ് എന്ത് പറഞ്ഞത്, ലക്നോ അല്ലെ, ലക്നോ അല്ലെ, ലക്നോ ഖരാന ഓഫ് കഥക് കേട്ടാ. കഥക് നമ്മുടെ ലക്നൌവിലെ ഏതില്ല, കഥക് ഖരാനയുടെ ഫൗണ്ടർ ആരാണ്, ഈശ്വരി പ്രസാദ് കേട്ടാ. ദ ലക്നോ ഖരാന ഓഫ് കഥക്, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ദ ലക്നോ ഖരാന ഓഫ് കഥക്, ദ ലക്നോ ഖരാന ഓഫ് കഥക് ഫൗണ്ടർ ആരാണ്, ഈശ്വരി പ്രസാദ്. PVQ കേട്ടാ, PVQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് ലക്നോ ഖരാന ഓഫ് കഥക് കേട്ടാ. ലക്നൌവിലെ കഥക് ഖരാനയുടെ സ്ഥാപകൻ ആരാണ് ഈശ്വരി പ്രസാദ്. അടുത്ത് ബനാറസ് നമുക്ക് രണ്ട് ഇത് വരും. ബനാറസിലെ ഖയാൽ സംഗീതത്തിന്റെ ഫൗണ്ടർ ആരെന്ന് ചോദിക്കും. അതുപോലെ ബനാറസിലെ എന്താണ് കഥക് ഖരാനയുടെ ഫൗണ്ടർ ആരെന്ന് ചോദിക്കും. സോ നമ്മുടെ ബനാറസിലെ ഖയാൽ സംഗീതത്തിന്റെ ഖരാനയുടെ ഫൗണ്ടർ എന്നുള്ളത് പണ്ഡിറ്റ് ഗോപാൽ മിശ്രയും, ബനാറസിലെ കഥക് ഖരാനയുടെ സ്ഥാപകൻ എന്നുള്ളത് ജാനകി പ്രസാദുമാണ്. സോ ഇത് രണ്ടും അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ബനാറസിലെ ഖയാൽ സംഗീതത്തിന്റെ ഖരാനയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ
പണ്ഡിറ്റ് ഗോപാൽ മിശ്രയും ബനാറസിലെ കഥക് ഘരാനയുടെ സ്ഥാപനം എന്ന് പറയുന്നത് ജാനകി പ്രസാദുമാണ് സ്ഥാപകൻ. ഓക്കെ, ദെൻ അടുത്ത് പാട്യാല അല്ലെ, നമ്മുടെ BPL അല്ലെ, BPL ബനാറസ് ലക്നോ ആയി പാട്യാല കരാനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഉസ്താദ് ഫത്തേഖ് അലി ഖാൻ ആണ്. അവരുടെ ഉസ്താദ് ഫത്തേഖ് അലി ഖാൻ. അതുപോലെ ചില ഓപ്ഷനിൽ മിയാ കല്ലു എന്നും പറയും കേട്ടോ. ആക്ച്വലി മിയാ കല്ലു ആണ് സ്ഥാപകൻ, ശരിക്കും സ്ഥാപകൻ ആരാ? മിയാ കല്ലു ആണ്. പക്ഷെ നമ്മുടെ പട്യാല ഖരാന കുറച്ച് ഫേമസ് ആയത് ഉസ്താദ് ഫതേഹ് അലി ഖാന്റെ സമയത്ത്. അതുകൊണ്ടാണ് ഉസ്താദ് ഫത്തേഖ് അലി ഖാനെ സ്ഥാപകനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്. സോ ഇത് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് ചിലപ്പോഴൊക്കെ എക്സാമിന് ഈ ഖരാനയിൽ നിന്ന് എന്ത് ചോദിക്കും, ഫൗണ്ടർമാരെ ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന മൊത്തം പ്രീവിയസ് ഇയർ, ഇതെല്ലാം പ്രീവിയസ് ഇയർ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ഞാൻ നോക്കിയെടുത്ത ഖരാനകളുടെ ഫൗണ്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. കാണാതെ തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ. സോ ഇത് മാക്സിമം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ. ഇതൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ കുറെ ആൾക്കാർ നമുക്ക് അങ്ങ് മനസ്സിലാവും കേട്ടോ. സോ ഇതിലിപ്പം നമ്മൾ ഈ കണ്ട ഖയാൽ ഖരാനയില് AKGയും അതുപോലെ നമ്മൾ കണ്ട നമ്മുടെ തുംബ്രിയില് BPL ഈ 6 ഖരാനയും കൃത്യമായി ഫൗണ്ടർ. A4 എന്താ, ആഗ്ര ഖരാന ആരാ? ഹാജി സുജൻ ഖാൻ അല്ലെ, അതാണ് ഫൗണ്ടർ. അതുപോലെ രംഗീല ഖരാന ആണെങ്കിൽ ഫയാസ് ഖാൻ. പിന്നെ ഈ K4 കിരാന ആരാണ്? അബ്ദുൾ കരീം ഖാനും അബ്ദുൾ വഹീദ് ഖാൻ അല്ലെ, കരീം ഖാനും വഹീദ് ഖാനും. അല്ലെ ഗോളിയാർ നമ്മുടെ ആരാ? നാദു ഖാനും നാദൻ തിർബക്ഷും ആണ് നമ്മുടെ ഗോളിയാർ ഖാനാണ്. പിന്നെ BPL ബനാറസില് ഖയാലാണെങ്കിൽ പണ്ഡിറ്റ് ഗോപാൽ മിശ്രയും, കഥക് റീജിയൻ ആണ്, കഥക് ഖരാന ആരാ? ജാനകി പ്രസാദ്. പിന്നെ പാട്യാല ആരാടാ? ഉസ്താദ് ഫത്തേഖ് അലി ഖാൻ അല്ലെ. പിന്നെ ലക്നോ ആരാ? ലക്നോ കഥക്കിൻ്റെത് ഈശ്വരി പ്രസാദ്. സോ ഈ AKG BPL ഈ 6 ഖരാനയും കൃത്യമായി എന്ത് ചെയ്യുക, ഫൗണ്ടർ പഠിച്ചു വെക്കുക. കാരണം എക്സാമിന് നല്ല ചാൻസ് ഉള്ളത് ഈ 6 എണ്ണമാണ്. ഏത്? ഈ AKGയും ഈ BPL അല്ലെ. AKG ഏതാ? AKG ഖയാൽ ഖരാനയും BPL ഏത് ഖരാന? തുംബ്രി ഖലാന അല്ലെ. BPL തുംബ്രിയും AKG ഖയാലും. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഖരാനകൾ. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് പ്രധാനപ്പെട്ട ഫോക്ക് മ്യൂസിക് കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ക്ലാസിക്കൽ മ്യൂസിക്കുകൾ അല്ലെ, അതാണ് കർണാട്ടിക്കും ഹിന്ദുസ്ഥാനും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഫോക്ക് മ്യൂസിക്. ഇന്ത്യയിലെ കുറച്ച് പ്രധാനപ്പെട്ട ഫോക്ക് മ്യൂസിക് ആരൊക്കെയെന്ന് നോക്കാം. അതിലൊന്നാണ് ബാംഗ്ര. സോ ബാംഗ്ര നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ബാംഗ്ര ഡാൻസ് ഫോം ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, എവിടെയാണ്? പഞ്ചാബില് അല്ലെ. രണ്ടാമത് ലാവണി. യെസ്, ഇതും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒരു ഡാൻസ് ഫോം അല്ലെ, മഹാരാഷ്ട്ര സ്ത്രീകളെല്ലാം കളിക്കുന്ന ഡാൻസാണ്. സോ ഇത് അവിടുത്തെ ഫോക്ക് മ്യൂസിക് കൂടിയാ കേട്ടോ. ബാംഗ്ര ഫോക്ക് മ്യൂസിക്കും ഉണ്ട്, ലാവണി എന്ന് പറഞ്ഞ ഫോക്ക് മ്യൂസിക്കും ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ധാരാളം തവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതാ ഈ പാണ്ഡവാണി കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫോക്ക് മ്യൂസിക് ആണ്. നമ്മുടെ എപ്പിക്കായ മഹാഭാരത കഥയുടെ എന്താണ് ഒരു നറേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സിംഗിങ്, ഒരു ഫോക്ക് മ്യൂസിക് ആണ് ഇത് നമ്മുടെ ഛത്തീസ്ഗഡിലാണ് വരുന്നത്. ഒരുപാട് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ഫോക്ക് മ്യൂസിക് ആണ് പാണ്ഡവാണി കേട്ടോ. ഒരുപാട് തവണ പ്രീവിയസ് കാണുന്നവര് ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും പാണ്ഡവാണി ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏത് എപ്പിക്സുമായി ബന്ധപ്പെട്ട്. മഹാഭാരതം കേട്ടോ, നിങ്ങൾ പാണ്ഡവരെന്ന് ഓർത്താൽ മതി. പാണ്ഡവാണി, പാണ്ഡവർ അല്ലെ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. മഹാഭാരതത്തിലല്ലേ പാണ്ഡവരുള്ളത്. സോ പാണ്ഡവർ അല്ലെ, മഹാഭാരത കഥ ചെയ്യുന്ന ഫോക്ക് മ്യൂസിക് പാണ്ഡവാണി. ഏത് സ്റ്റേറ്റ്? ഛത്തീസ്ഗഡിലാണ് വരുന്നത്. എവിടെയാണ്? ഛത്തീസ്ഗഡ്. ദെൻ അടുത്താണ് ഉത്തരാഖണ്ഡി എന്ന് പറയുന്ന ഒരു ഫോക്ക് മ്യൂസിക്. ഇത് നമ്മുടെ ഹിമാലയൻ റീജിയനിലുള്ള കേട്ടോ, ഹിമാലയൻ റീജിയനിലുള്ള ആൾക്കാര് എന്താണ് അവരുടെ കൾച്ചറൽ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോക്ക് മ്യൂസിക് ആണ് ഉത്തരാഖണ്ഡി. നമ്മുടെ ഉത്തരാഖണ്ഡൊക്കെ ഹിമാലയത്തിന്റെ ഭാഗമാണല്ലോ. സോ അത് വെച്ചൊന്ന് കണക്ട് ചെയ്താൽ മതി. ഹിമാലയ റീജിയത്തിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫോക്ക് മ്യൂസിക് ആണ് ഉത്തരാഖണ്ഡി. ഇതിന് അടുത്തത് ബാഠ്യാലി നമ്മുടെ ഈ വർഷത്തെ CGL ടയർ 1 2024 CGL ടയർ 1 ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഇത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ റീജിയനിലെ ഫിഷർ കമ്മ്യൂണിറ്റി കാരണം മത്സ്യബന്ധന കമ്മ്യൂണിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോക്ക് മ്യൂസിക് ആണ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മുടെ ബാഠ്യാല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിലെ ഫിഷർ കമ്മ്യൂണിറ്റികൾ യൂസ് ചെയ്യുന്ന സംഗീതമാണ്? എവിടെയാണ്? ബംഗാൾ റീജിയൻ, നമ്മുടെ ഏൻഷ്യന്റ് ബംഗാൾ, പണ്ടത്തെ ബംഗാൾ റീജിയൻ കേട്ടോ. സോ ആ റീജിയനിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ഒരു ഫോക്ക് മ്യൂസിക് ആണ് ഇത് ബൈറ്റ്യാലി. സോ ഇത് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. റിപ്പീറ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. സോ നോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ വർഷത്തെ CGL എക്സാമിന് ചോദിച്ചു. സോ നെക്സ്റ്റ് ഇയർ CHSL GDO എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
ബാറ്റിയാലി കേട്ടാ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതും ഏത് കമ്മ്യൂണിറ്റി? ഫിഷിംഗ് കമ്മ്യൂണിറ്റി. ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്? മത്സ്യബന്ധന കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ഫോക്ക് മ്യൂസിക് ആണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ഫോക്ക് മ്യൂസിക്കുകൾ നോക്കാം. അതിലൊന്നാണ് മധ്യപ്രദേശിന്റെ അൽഹ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി അൽഹ എന്ന് പറയുന്നത് നമ്മുടെ ഈ മധ്യപ്രദേശില് നമ്മുടെ ബുണ്ടൽക്കട്ട് റീജിയനില് ചണ്ടേല എന്നൊരു ഡൈനാസ്റ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ചണ്ടേല ഡൈനാസ്റ്റി നമ്മുടെ ഖജറാവോ ക്ഷേത്രങ്ങളൊക്കെ കെട്ടിയ അല്ലേ, നമ്മുടെ ഖജറാവോ ക്ഷേത്രങ്ങൾ കെട്ടിയ ഡൈനാസ്റ്റിയാണ് ചണ്ടേല. ആ ചണ്ടേല, അപ്പൊ ചണ്ടേല എന്ന് പറയുമ്പോൾ ഖജറാവോ തന്നെ കിട്ടി, സ്റ്റേറ്റ് കിട്ടിയത് മധ്യപ്രദേശ്. ആ ചണ്ടേല ഡൈനാസ്റ്റിയിലെ ഒരു പ്രധാനപ്പെട്ട സൈനിക തലവനായിരുന്ന ആര്? ഈ അൽഹ എന്ന് പറയുന്നത്. അൽഹയും ഉദലും രണ്ടുപേരുണ്ടായിരുന്നു കേട്ടോ. ഈ ചണ്ടല ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട രണ്ട് എന്താണ് സൈനിക തലവന്മാരാണ് ആര്? അൽഹയും ഉദലും എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ ഇല്ലേ, നമ്മുടെ ചൗഹാൻ ഡൈനാസ്റ്റി, പൃഥ്വിരാജ് ചൗഹാൻ, ആ പൃഥ്വിരാജ് ചൗഹാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ എന്താണ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? കൊല്ലപ്പെടുകയായിരുന്നു കേട്ടാ. വളരെ ധീരന്മാരായ രണ്ട് സൈനിക തലവന്മാരായിരുന്ന ആര്? ഈ അൽഹയും ഉദലും. അപ്പൊ അവരുടെ എന്താണ് നമ്മൾ ഈ നമ്മുടെ നാട്ടില് ഇപ്പം തച്ചോളി ഉദയനെയൊക്കെ പറ്റി പറയുന്ന നാടൻ പാട്ടുകൾ ഇല്ലേ നമ്മുടെ അന്നത്തെ. അപ്പൊ അതുപോലെ മധ്യപ്രദേശില് ഇവരെ പറ്റി, ഈ അൽഹയും ഉദലിനെ പറ്റി വാഴ്ത്തിപ്പാടുന്ന ഒരു ഫോക്ക് മ്യൂസിക് ആണ് ഇത് നമ്മുടെ അൽഹ എന്ന് പറയുന്നത്. സോ അത് കണക്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ, അൽഹ അങ്ങനെ ഓർത്താൽ കേട്ടോ, അൽഹയും ഉദലും കേട്ടോ, അൽഹയും ഉദലും. സോ ഏത് സ്റ്റേറ്റ്? മധ്യപ്രദേശ്. അതായത് ചണ്ടേല രാജാക്കന്മാരുടെ രണ്ട് ജനറൽമാരായിരുന്നു ഇവർ രണ്ടുപേരും. ഇവർ രണ്ടുപേരെയും പുകഴ്ത്തിപ്പാടുന്ന ഒരു എന്താണ് പാട്ടാണ് ഏത്? അൽഹ എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ് മധ്യപ്രദേശ്. അടുത്ത് നമ്മുടെ ഈ വർഷം സി ജി എൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 സി ജി എൽ ചോദിച്ച ഒരു ഫോക്ക് മ്യൂസിക് ആണ് ഹെരൈലു എന്ന് പറയുന്നത്. ഹെരൈലു നാഗാലാൻഡ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: നാഗാലാൻഡിന്റെ വാർ സോങ് ഏതാണ്? ഒരു യുദ്ധപ്പാട്ട്. അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. നാഗാലാൻഡിലെ വാർ സോങ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി അതേപടി റിപ്പീറ്റഡ് ചോദിക്കും, ഓർത്ത് വെക്കുക. നാഗാലാൻഡിന്റെ വാർ സോങ് എന്നറിയപ്പെടുന്ന സോങ് ആണ് ഹെരൈലു സോങ്. അടുത്ത് രാജസ്ഥാനിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫോക്ക് മ്യൂസിക് ആണ് പാനിഹാരി. പാനി വെള്ളം, വാട്ടർ കേട്ടോ. രാജസ്ഥാനിലെ സ്ത്രീകള് ആഘോഷിക്കുന്ന അല്ലെ പാടുന്ന വെള്ളമായി ബന്ധപ്പെട്ട് ഈ വെള്ളം എടുക്കാനൊക്കെ പോകുമ്പോൾ അവർ പാടുന്ന ഒരു പ്രധാനപ്പെട്ട പാട്ടാണ് ഏത്? പാനിഹാരി എന്ന് പറയുന്നത്. പാനിഹാരി മ്യൂസിക് എവിടെയാണ്? രാജസ്ഥാൻ അല്ലെ. പാനി വേണ്ടത് ആർക്കാണ്? പാനി വേണ്ടത് രാജസ്ഥാനിലല്ലേ. സോ അങ്ങനെ ഓർത്താൽ മതി. പാനിഹാരി ആരാണ്? രാജസ്ഥാൻ അല്ലെ. രാജസ്ഥാനിലെ സ്ത്രീ നമ്മൾ കണ്ടില്ലേ, രാജസ്ഥാനിലൊക്കെ സ്ത്രീകളൊക്കെ വലിയ ഒരുപാട് ദൂരങ്ങളിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് കുടത്തിലൊക്കെ വരുന്നത്. സോ ആ സമയത്ത് അവർ പാടുന്ന ഒരു പാട്ടായിട്ട് ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. പാനിഹാരി ഏതാണ്? രാജസ്ഥാൻ. അടുത്ത് വനവാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് രണ്ട് വട്ടം PVക്ക് ചോദിച്ചിട്ടുണ്ട്. വനവാൻ നമ്മുടെ ജമ്മു കാശ്മീരിൽ ഒരു വെഡിങ് മ്യൂസിക് ആണ്. വെഡിങ്സിന് കേട്ടോ, കല്യാണമൊക്കെ പറഞ്ഞ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു വെഡിങ് സോങ് ആണ് ഇത് വനവാൻ എന്ന് പറയുന്ന മ്യൂസിക്. ഇതൊരു PVക്ക് ആണ് കേട്ടോ. വനവാൻ എവിടെയാണ്? ജമ്മു കാശ്മീരിൽ തന്നെ എന്ത് മ്യൂസിക് ആണ്? ഒരു വെഡിങ് സോങ് ആണ്. കല്യാണത്തൊക്കെ പാടുന്ന എന്താണ് ഒരു പാട്ടാണ് ഇത് വനവാൻ. അടുത്താണ് ജാജിൻജ. അരുണാചൽ പ്രദേശിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫോക്ക് മ്യൂസിക് ആണ് ജാജിൻജ. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അതിനടുത്ത് ബോർഗീത്ത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. അസാം. ബോർഗീത്തിന് പ്രീവിയസ് ക്വസ്റ്റിൽ കണ്ടിട്ടുണ്ട്. കാരണം ഈ ബോർഗീത്ത് സംഗീതം യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് അല്ലെ. ഒരു ഇന്ത്യയിലെ ഒരു ക്ലാസിക്കൽ ഡാൻസിൽ ഈ ബോർഗീത്ത് സംഗീതം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഏതാണ്? സാത്രിയ അല്ലെ. നമ്മുടെ ആസാമിന്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഏത്? സാത്രിയ. ആ സാത്രിയയിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? ബോർഗീത്ത് സംഗീതമാണ് അല്ലെ. സോ ബോർഗീത്ത് എവിടെയാണ്? ആസാം. അതുപോലെയാണ് നെക്സ്റ്റ് സോഹർ നമ്മുടെ ബീഹാർ UP റീജിയൻ, ഉത്തർപ്രദേശ് ബീഹാർ റീജിയനിൽ ഈ കുട്ടികൾ ജനിക്കുമ്പോൾ പാടുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു സോങ് ആണ്, സംഗീതമാണ് ഏത്? സൊഹർ കേട്ടോ. സൊഹർ എവിടെയാണ്? ബീഹാർ UP. അതും ബീഹാർ UPയിൽ എന്താണ്? കുട്ടികൾ ജനിക്കുമ്പോൾ ചൈൽഡ് ബർത്തുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗീതമാണ് ഇത് സോഹർ. ദെൻ ലാസ്റ്റ് ബാവയ്യ. ഞാൻ ഇടയ്ക്ക് ഒരു എക്സാമിന് PVക്ക് കണ്ട ചോദ്യം കേട്ടോ. ബാവയ്യ നമ്മുടെ വെസ്റ്റ് ബംഗാൾ, ആസ്ബാം, അതുപോലെ ബംഗ്ലാദേശ് കേട്ടോ. നമ്മുടെ ഈ ബംഗ്ലാദേശ് ബോർഡറിൽ കേട്ടോ, ബംഗ്ലാദേശ് വെസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശ് ആസാം ബോർഡറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്ക് മ്യൂസിക് ആണ് ഇത് ബവയ്യ. ഏതാണ്? ബവയ്യ കേട്ടോ. ഇതെല്ലാം ഞാൻ ഈ എടുത്തേക്കുന്ന ഫോക്ക് മ്യൂസിക് എല്ലാം PVക്ക് റിലേറ്റ് ചെയ്താണ്. സോ നിങ്ങൾ ഇതൊന്നും മിസ് ചെയ്ത് കേട്ടോ. ഞാൻ വെറുതെ എടുത്തേക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ഘരാന ആണെങ്കിലും
നമ്മൾ ഇവിടെ എടുത്ത ഈ പറയുന്ന ഫോക്ക് മ്യൂസിക് ആണെങ്കിലും എല്ലാം PYQ ബേസ് ചെയ്ത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് റിപ്പീറ്റഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം. അപ്പൊ ആ രീതിക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ അൽഹ ഉടല് ചണ്ടേല ഡൈനാസ്റ്റി ജനറൽമാർ. അപ്പൊ ചണ്ടേല ആകുമ്പോൾ ഗജറാവു ഏ സ്റ്റേറ്റ്? മധ്യപ്രദേശ്. ഹെരാലു എവിടത്തെ വാർ സോങ്? നാഗാലാൻഡിന്റെ വാർ സോങ് ഹെരായിലു. പാനിഹരി വെള്ളം എടുക്കാൻ പോണത് എവിടെയാ? രാജസ്ഥാൻ. പാനി വെള്ളം, പാനിഹരി. വനവാൻ രാജസ്ഥാൻ. ജമ്മു കാശ്മീരിന്റെ എന്ത് സോങ്? വെഡിങ് സോങ്. ജമ്മു കാശ്മീരിലൊക്കെ പോയാൽ പാട്ടിട്ടൊക്കെ ഡാൻസ് കളിക്കാം. എന്ത്? വനവാൻ പാട്ട്. അതുപോലെ അരുണാചൽ പ്രദേശിൽ ഏതാടാ? ജാ ജിൻജ. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അതുപോലെ ആസാമിൽ ഇമ്പോർട്ടന്റ് ബൊർഗീത്ത് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ആയ എന്താ? സാത്രിയ. നമ്മുടെ ആസാമിന്റെ ക്ലാസിക്കൽ ഡാൻസ് ആണല്ലേ സാത്രിയ. അതിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? ബോർഗീത്ത് സംഗീതം. PYQ ആണ്. ഈ ഇടയ്ക്ക് നമ്മൾ GD എക്സാമിൽ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ദെൻ സൊഹർ എവിടെയാ? ബീഹാർ UP യിലൊക്കെ യൂസ് ചെയ്യുന്ന സംഗീതം. അതുപോലെ ബവയ എവിടെയാ? ബംഗ്ലാദേശ് വെസ്റ്റ് ബംഗാൾ ബോർഡറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഗീതമാണ് ബവയ. സോ ഇതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്താണ്? ഫോക്ക് മ്യൂസിക്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓക്കെ, നമ്മൾ ഈ പഠിച്ച ഇത്രയും വെച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചോദ്യം. അതുപോലെ അതിന് മുന്നേ തന്നെ നമുക്ക് നമ്മളെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൂടി ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ PPT തന്നെ ഞാൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് പ്രധാനമായും നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ 4ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയെന്ന് അറിയൂടാ? തത്വവാദ്യ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് കേട്ടാ. ഫസ്റ്റത്തെ വാദ്യയുടെ തത്വവാദ്യ കേട്ടാ. നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് 4ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് തത്വവാദ്യ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്. അതായത് നമ്മുടെ സ്ട്രിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു നോക്ക്: സിത്താറ്, വീണ, സാരോദ്, വയലിൻ, തമ്പുര, സാരംഗി, സാന്തൂർ. അല്ലെ, ഇതൊക്കെ എന്താണ്? സ്ട്രിങ്ങിലല്ലേ നമ്മൾ ഗിറ്റാറൊക്കെ കണ്ടില്ലേ? സ്ട്രിങ് വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ. അപ്പൊ അതാണ് തത്വവാദ്യ എന്ന് പറയും, അഥവാ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ തത്വവാദ്യ ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിക്കും. സോ തത്വവാദ്യ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് കേട്ടാ, സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ നമുക്കറിയാം സ്ട്രിങ്ങിൽ സിത്താർ സ്ട്രിങ് ആണല്ലോ, വയണ, സാരോദ്, വയലിൻ, തമ്പുര, സാരംഗി അല്ലെ, ഇതൊക്കെ നമുക്കറിയാം എന്താണ്? സ്ട്രിങ് ആണ്. സോ ഇവരാണ് തത്വവാദ്യ കേട്ടോ, അഥവാ സ്ട്രിങ്. ഇത് വേണം പഠിക്കാൻ കേട്ടോ, തത്വവാദ്യം. അടുത്ത് സുഷിരവാദ്യ. സുഷിരം എന്ന് പറഞ്ഞാൽ എന്താ? ഹോള് അല്ലെ. സുഷിരം എന്ന് പറഞ്ഞാൽ ഹോള്. അപ്പൊ എന്താ? ഹോൾ ഉണ്ടെങ്കിൽ എന്താ? വിൻഡ് ആണ് അല്ലേ. വിൻഡ് വെച്ച് നമ്മൾ കാറ്റ് വെച്ച് എന്താണ്? സംഗീതം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഫ്ലൂട്ട്, ഷെഹനായി, നാദസ്വരം അല്ലെ. ഇതൊക്കെ എന്താണ്? സുഷിരവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? കാറ്റ് അല്ലെ. നമ്മൾ ഊതുമ്പോ അല്ലേ ആ സുഷിരത്തിൽ കൂടെ അല്ലെങ്കിൽ സൗണ്ട് പുറപ്പെടുവിക്കുന്നത്. സോ ആണ് സുഷിരവാദ്യ എന്ന് പറയും, വിൻഡ്. ഇനി മൂന്നാമത്തത് അവനാഥവാദ്യ. ഏതാണ്? അവനാഥവാദ്യ എന്ന് പറഞ്ഞാൽ പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ് വെച്ചാൽ നമ്മൾ എന്തിലെങ്കിലും തട്ടുമ്പോൾ സൗണ്ട് പുറപ്പെടുപ്പിക്കുന്ന വാദ്യങ്ങളാണ് ഇത് അവനാഥ്. എക്സാമ്പിൾ ഇപ്പൊ തബല നമ്മൾ തട്ടിയാലല്ലേ സൗണ്ട് വരൂ. ഡോളക്ക്, പക്കവാജ്, മൃദംഗം അല്ലെ. ഇതൊക്കെ നമ്മൾ എന്താണ്? രണ്ടും തട്ടിയാലല്ലേ, നമ്മൾ കൈകൊണ്ട് തട്ടിയാൽ മാത്രമേ എന്ത് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചാൽ തട്ടിയാൽ മാത്രമേ എന്ത് വരൂ? സൗണ്ട് വരും. അതാണ് പെർക്യൂഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്, പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അവനാഥ വാദ്യ എന്ന് പറയും. ഇനി നാലാമത്തതാണ് ഘനവാദ്യ. ഏതാണ്? ഘനവാദ്യ എന്ന് പറയും. ഘനവാദ്യം എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ തട്ടുമ്പോൾ പക്ഷെ അതിലൊരു പ്രത്യേക ടൂൺ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. ഒരു ഉദാഹരണം, നമ്മുടെ വീട്ടിലെ ചെലങ്ക, നമ്മൾ കാലിക്കട്ട ചെലങ്കയില്ലേ, ചെലങ്കയിൽ ഒരു പർട്ടിക്കുലർ ടൂൺ വരാറുണ്ടോ? ഇല്ല. അത് നമ്മൾ കാല് ചലിക്കുമ്പോൾ അതിലൊരു പർട്ടിക്കുലർ സൗണ്ട് മാത്രമേ വരൂ. അതിൽ പക്ഷെ എന്ത് വരത്തില്ല? സൗണ്ട് വരില്ല. പക്ഷെ നമ്മളിപ്പോ ഈ തബലയും ഇതും ബോലക്കും പക്വാച്ചും മൃദംഗവും എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ എന്ത് വരും? തട്ടുമ്പോൾ ഒരു ടൂണ് വരും. അത് നമുക്ക് ടൂൺ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? തട്ടാൻ പറ്റും. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ടൂൺ വരില്ല. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ ഈ ചെണ്ടമേളത്തിനെ കൊണ്ടുപോകുന്ന ജിഞ്ചി ഉണ്ടല്ലോ, ജിഞ്ചി. അതാണ് നമ്മുടെ നമ്മൾ ഈ ചെണ്ടമേളത്തിന് പോകുമ്പോൾ ജിഞ്ചി ഉണ്ടല്ലോ, ജിഞ്ചി. അതാണ്. അപ്പം അതുപോലുള്ള ഇപ്പൊ ജിഞ്ചിയിൽ നമ്മൾ എത്ര അടിച്ചാലും അതിൽ എന്ത് വരത്തില്ല? അതിലൊരു പർട്ടിക്കുലർ ടൂണ് വരത്തില്ല അല്ലേ. പക്ഷെ നമുക്കൊരു പർട്ടിക്കുലർ എന്ത് കിട്ടും? സൗണ്ട് കിട്ടും അല്ലേ. ജിഞ്ചിയാണ് നമ്മുടെ മഞ്ചീര, ചെറിയ ജിഞ്ചിയാണ് മഞ്ചീര സാധനം കേട്ടോ. അതിലൊക്കെ നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ എന്ത് വരത്തില്ല? അതിനൊരു പർട്ടിക്കുലർ എന്ത് വരത്തില്ല? സൗണ്ട് വരത്തേ ഉള്ളൂ. അല്ലാതെ അതിന് നമുക്ക് എന്ത് കിട്ടത്തില്ല? ഒരു ട്യൂണിങ് നമുക്ക് കിട്ടത്തില്ല. ഈ ഘടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കലം ഉണ്ടല്ലോ, കലം നമ്മൾ കണ്ടിട്ടില്ലേ, കലത്തിൽ കൊട്ടുന്നത് അല്ലെ. സോ ഇങ്ങനത്തെ സാധനമാണ് ഗാനവാദ്യ എന്ന് പറയും കേട്ടാ. ഇതൊക്കെയാണ് ഗാനവാദ്യം. അങ്ങനെ 4 വാദ്യങ്ങളായി എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ വാദ്യം? തത്വവാദ്യം എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രിങ്ങിൽ ഉപയോഗിക്കുന്ന സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്. സുഷിരവാദ്യം എന്ന് പറഞ്ഞാൽ എന്താ?
വിൻഡ് ഇൻസ്ട്രുമെന്റ്. അവനാഥ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ്സ്. ഒരു പർട്ടിക്കുലർ സാധനം വെച്ച് നമ്മൾ തട്ടുമ്പോൾ അതിൽ നിന്ന് എന്ത് ലഭിക്കുന്നു? നമുക്കൊരു സൗണ്ട് അല്ലെങ്കിൽ ട്യൂണിങ് ലഭിക്കുന്നതാണ് തത്വവാദ്യം. ഗാനവാദ്യ എന്ന് പറഞ്ഞാൽ സെയിം സംഭവമാണ്. ഒരു സോളിഡ് ഇൻസ്ട്രുമെന്റിൽ നമ്മൾ തട്ടുമ്പോൾ അതിനൊരു സൗണ്ട് വരും, പക്ഷെ ആ ഒരു പർട്ടിക്കുലറിന് എന്ത് കാണത്തില്ല? അതിനൊരു ട്യൂണ് കാണത്തില്ല. എക്സാമ്പിൾ ആണ് നമ്മൾ ഈ കണ്ട ഗദം, ഗംഗാരു, മഞ്ചീര, ജലതരംഗ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗാന, നമ്മുടെ ഗാന ഇതിനെന്താണ്? ഗാനവാദ്യക്ക് എന്താണ്? എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ അങ്ങനെ നല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് 4 ടൈപ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ പാർട്ട് 2-ലാണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ടിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയെന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ നമുക്ക് പാർട്ട് 2-ൽ നമുക്ക് ആരൊക്കെയാണെന്നുള്ളത് കൂടി എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മുടെ എന്താണ് സംഗീതത്തെ പറ്റി, അല്ലെ, ക്ലാസിക്കൽ സംഗീതം ഏതൊക്കെയാ? കർണാട്ടിക് സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം. പിന്നെ നമ്മൾ കണ്ടത് നമ്മളെ ഗരാനയും ഗരാനയുടെ ഫൗണ്ടേഴ്സും. അത് നമ്മൾ കണ്ടത് ഫോക്ക് മ്യൂസിക്കുകളാണ്, അല്ലേ? ഏതൊക്കെയാ ഫോക്ക് മ്യൂസിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യം നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ടൈപ്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് 4 ടൈപ്സ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കർണാട്ടിക് മ്യൂസിക്? കർണാട്ടിക് സംഗീതത്തിന്റെ ഭാഗമല്ലാത്ത ഏത്? ഇപ്പോൾ CS 2024 ചോദിച്ചൊരു ചോദ്യമാണ്. എടാ, ചരണ, ധ്രുപദ്, പല്ലവി, വർണ്ണം. എടാ, ഓപ്ഷൻ ബി ധ്രുപദ് അല്ലേ? നമ്മളെ ധ്രുപദ്, ഖയാല്, തുമ്രി. എന്ത്? നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ 3 ഫോംസുകളല്ലേ? സോ ആൻസർ ഏതാ? ഓപ്ഷൻ ബി. സിമ്പിൾ ചോദ്യം, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും, അല്ലെ? ധ്രുപദ്, ഖയാല്, തുമ്രി, അല്ലെ? ഈ ചരണവും പല്ലവിയും വർണ്ണവും ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കർണാടിക് സംഗീതവുമായി ബന്ധപ്പെട്ടതല്ലേ ചരണം, പല്ലവി എന്നൊക്കെ പറയുന്നത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ്. ധ്രുപദ്, ഖയാല്, ദുംറി എന്തുമായി ബന്ധപ്പെട്ടതാ? ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടിക് സംഗീതം അല്ല. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഹു ഇസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കർണാട്ടിക് മ്യൂസിക്? കർണാടക സംഗീതത്തിന്റെ പിതാവ്. ഈ വർഷം CS ഇപ്പൊ ചോദിച്ച ചോദ്യം കൂടിയാണ് കേട്ടോ. ആര്? പുരന്ദർ ദാസ്. ഓപ്ഷൻ സി പുരന്ദർ ദാസ് ആണ് കർണാട്ടിക് സംഗീതത്തിന്റെ എന്താണ്? പിതാവെന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇന്ത്യൻ ക്ലാസിക്കൽ സിംഗർ ഈസ് നോൺ ആസ് മല്ലിക ഇ ഗസൽ? മല്ലിക മീൻസ് എന്താണ്? ദ ക്യൂൻ ഓഫ് ഗസൽ, അല്ലെ? ക്യൂൻ ഓഫ് ഗസൽ 2021 CHSL. ആരാടാ ക്യൂൻ ഓഫ് ഗസൽ? ആരാ? ബീഗം അക്തർ, അല്ലെ? ബീഗം അക്തർ ആണ് ദ ക്യൂൻ ഓഫ് ഗസൽ. കിങ് ഓഫ് ഗസൽ ആയിരുന്നെങ്കിലോ ആര്? ജഗജീത് സിംഗ്, അല്ലെ? ജഗജീത് സിംഗ് ആണ് കിങ് ഓഫ് ഗസൽ. ദ ക്യൂൻ ഓഫ് ഗസൽ, മല്ലിക ഈ ഗസൽ എന്നറിയപ്പെടുന്നത് ആരാ? ബീഗം അക്തറാണ്. ഒരുപാട് ഇത് ശരിക്കും CSL 2020, അതിനു മുമ്പ് ഞാൻ ഈ ക്വസ്റ്റ്യൻ 2020 റീജിയനിലും കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ: ഹു ആർ ദി ഫൗണ്ടർ ഓഫ് ലക്നൗ ഘരാന ഓഫ് കഥക്? ലക്നൗ ഘരാന നമ്മൾ പഠിച്ചതാണ്. ലക്നൗ ഘരാന ഓഫ് കഥക് 2023 ചോദിച്ചതാണ്. ലക്നൗ ഘരാനയുടെ ഈശ്വരി പ്രസാദ് പഠിച്ചതാണ്, അല്ലേ? നമ്മുടെ ലക്നൗ ഘരാനയുടെ കഥക് കേട്ടോ. ലക്നൗ ഘരാന ഓഫ് കഥക്കിന്റെ ഫൗണ്ടർ ആരാടാ? ഈശ്വരി പ്രസാദ് ആണ് ലക്നൗ ഘരാനയുടെ പ്രധാനപ്പെട്ട എന്താണ്? ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഘരാന വാസ് പ്രൊപ്പണ്ടഡ് ബൈ ഫത്തേഹ് അലി ഖാൻ ആൻഡ് അലി ബക്ഷ് ജർണൈൽ ഖാൻ? നമ്മൾ പഠിച്ചതാണ് ഇത്. ഫത്തേഹ് അലി ഖാൻ ഏത് ഖരാനയാടാ? ഫത്തേഹ് അലി ഖാൻ നമ്മൾ പഠിച്ചത്. അതായത് പാട്ടിയാല. അതൊക്കെ ഓപ്ഷൻ സി ഉണ്ട്, അല്ലേ? സോ നമുക്ക് ഒരാളെ കൂടെ കിട്ടി. പാട്ടിയ ഖരാനിൽ ഒരു പേരോട് നമുക്ക് കിട്ടി, അലി ബക്ഷ് ജർണൈൽ ഖാൻ. ഇയാളുടെ പേരോട് എഴുതി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതി കാരണം ഇതിൽ PYQ ആണ്. 2023 CSL ചോദിച്ചതാണ് കേട്ടോ. വിച്ച് ഘരാന വാസ് പ്രൊപ്പണ്ടഡ് ബൈ ഫത്തേഹ് അലി ഖാൻ? സോ ഫത്തേഹ് അലി ഖാൻ നമ്മൾ പഠിച്ചതാണ്. ഫത്തേഹ് അലി ഖാൻ ഏടാ? പാട്ടിയാല ഘരാന. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാളുടെ പേരോട് നോക്കിയോ, അലി ബക്ഷ് ജർണൈൽ ഖാൻ കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഏത് ഘരാന? പാട്ടിയാല ഘരാന. ഇതിനടുത്ത ക്വസ്റ്റ്യൻ: ഉസ്താദ് ഗസു ഖാൻ was one of the founders of which of the following ഘരാന ഓഫ് മ്യൂസിക്? ഗസു ഖാൻ എടാ, ഇത് നമ്മൾ പഠിച്ചതാ, ഓർമ്മയുണ്ടോ? നമ്മുടെ നാദു ഖാന്റെയും, അല്ലെ? നാദു ഖാന്റെ എന്താണ് ഇത് ഗ്രാൻഡ് സൺ, അല്ലെ? ഗ്രാൻഡ് സൺ, നാദു ഖാന്റെ ഗ്രാൻഡ് സണ്ണായി വരുന്ന 2 പേരുണ്ട്, അല്ലേ? അതിൽ ഒരാള് ഗസു ഖാൻ അല്ലേ? അപ്പൊ ഗസു ഖാൻ ഏത് ഘരാനയാ? ഗോളിയാർ ഘരാന. നമ്മൾ പഠിച്ചതല്ലേ? നാദു ഖാന്റെ ഗ്രാൻഡ് സണ്ണുകൾ ആരൊക്കെയാണ്? ഗ്രാൻഡ് സണ്ണുകളാണ് ആരൊക്കെ?
ഒന്ന് ഖസൂ ഖാനും മറ്റൊന്ന് ആരാണ് നമ്മുടെ ഗദു ഖാനും അല്ലെ. സോ അവരാണ് എന്തിന്റെ ഫൗണ്ടർ, നമ്മുടെ ഗോളിയാർ ഖരാനയുടെ ഫൗണ്ടേഴ്സ് അല്ലെ. സോ അതിൽ നമുക്ക് വരാം എന്താണ് ഗോളിയാർ അല്ലെ. ഓക്കെ. Then, whom in the following does not belongs to റാങ്പൂർ ഗഹസൻ ഖരാന? സോ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആരാണ് റാങ്പൂർ? നമ്മൾ റാങ്പൂർ ഖരാനയെ പറ്റി അവിടെ നോട്ട് ചെയ്തില്ല. സോ ഈ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അവിടെ ഇട്ടത്. സോ നമ്മുടെ ഗറൂൺ ഖരാനയില് റാങ്പൂർ ഖരാനയിൽ വരാത്തതാരെന്നാണ് ചോദ്യം. നോട്ട് ബിലോങ്സ് ടു നമ്മൾ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവും നോക്കടാ. ഉസ്താദ് റഷീദ് ഖാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഗുലാം മുസ്തഫ ഖാൻ പഠിച്ചില്ല. ഉസ്താദ് ഫത്തേഖ് അലി ഖാൻ കുറച്ച് മുമ്പ് പഠിച്ചല്ലേ ഉള്ളൂ. കുറച്ച് മുമ്പ് കണ്ട പ്രീവിയസും കണ്ടതല്ലേ. ഏത് ഖരാനയാ? പാട്ടിയാല അല്ലേ, നമ്മുടെ പാട്ടിയാല ഖരാനയല്ലേ. സോ ആൻസർ ഏതാ? ഓപ്ഷൻ സി. പിന്നെ ഡൗട്ട് ഇല്ല, ബാക്കിയുള്ളവര് എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഇയാൾ ഉറപ്പാണ്, കാരണം നമ്മൾ പഠിച്ചതാണ് ഉസ്താദ് ഫത്തേഖ് അലി ഖാൻ. ഏത് ഖരാന? പാട്ടിയാല. സോ ഇവര് മൂന്ന് പേരും ഏത് ഖരാനയിൽ വരും? റാങ്പൂർ, നമ്മുടെ റാംപൂർ ഖരാനയിൽ വരുന്ന മൂന്ന് പേരാണ് ഉസ്താദ് റാഷിദ് ഖാനും ഗുലാം മുസ്തഫ ഖാനും. ഈ ഉസ്താദ് ഇനായത്ത് ഖാനാണ് ഈ ഖരാനയുടെ കൃത്യമായ ഫൗണ്ടർ കേട്ടോ. റാംപൂർ ഖരാനയുടെ ഫൗണ്ടർ ആരെന്ന് ചോദിച്ചാൽ ഈ ഉസ്താദ് ഇനായത്ത് ഖാനാണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഉസ്താദ് ഇനായത്ത് ഖാൻ, ദ ഫൗണ്ടർ ഓഫ് റാംപൂർ ഖരാന. റാംപൂർ ഖരാനയുടെ സ്ഥാപകൻ ആരാണ്? ഉസ്താദ് ഇനയത്ത് ഖാനാണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, which among the following folk song generally most popular in the part of West Bengal, Assam, Bangladesh? യെസ്, ബംഗ്ലാദേശ് 2021 CS ചോദിച്ചാണ് അല്ലെ. ഞാൻ പറയില്ലേ ബംഗ്ലാദേശിന്റെ ബോർഡറിൽ, അത് വെസ്റ്റ് ബംഗാൾ ആസാമിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫോക്ക് സോങ് ആണ്. ഏതാടാ? ഓപ്ഷൻസ് നോക്കടാ. ബവയ്യ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഫോക്ക് സോങ്ങിൽ ഏറ്റവും അവസാനം പഠിച്ചതാണ് അല്ലെ. ബംഗ്ലാദേശ് ബോർഡറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫോക്ക് സോങ് ആണ് ഇത് ബവയ്യ. ബവയ്യ എവിടത്തെയാണ്? ബംഗ്ലാദേശ് റീജിയനിലെ ഒരു പ്രധാനപ്പെട്ട ഫോക്ക് സോങ് ആണ് ഇത് ബവയ്യ എന്ന് പറഞ്ഞു കേട്ടോ. ഒരു ഇമ്പോർട്ടന്റ് കേട്ടോ. ഈ രേഖം പദ റൂപ്പിയൊക്കെ ഇല്ലേ, നമ്മുടെ അരുണാചലിലെ ഫോക്ക് ഡാൻസുകളാണ് കേട്ടോ. രേഖം പദ റൂപ്പിയും അവിടെ തന്നെ. നമ്മുടെ അരുണാചൽ പ്രദേശിലെ അരുണാചലിലെ ഫോക്ക് ഡാൻസുകളാണ് രേഖം പദയും രൂപിയും കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലെ, ബാവയ്യ. ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോക്ക് മ്യൂസിക് ഈസ് പെർഫോംഡ് ബൈ ബോട്ട്മെൻ ആൻഡ് ഫിഷർമെൻ ഇൻ ബംഗ്ലാദേശ്? ആണ് നമ്മൾ ഈ വർഷം ചോദിച്ച ചോദ്യം, ഇപ്പൊ CS ചോദിച്ച ചോദ്യമാണ് അല്ലെ. ബംഗ്ലാദേശിൽ ഫിഷർമെനും ബോട്ട്മെനും. ഇവിടെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ അല്ലേ, നമ്മളെ പഴയ വെസ്റ്റ് ബംഗാൾ അല്ലടാ. ഈ ബംഗ്ലാദേശ് എന്നൊക്കെ പറഞ്ഞ പഴയ ബംഗാൾ അല്ലേ. അപ്പൊ ഏതാണ് ഫിഷർമാൻ? ബറ്റാലി അല്ലെ, ബാട്ടിയാലി നമ്മൾ പഠിച്ചതല്ലേ. ബാട്ടിയാലി അതാണ് കിടക്കുന്നത്. അത് ക്വസ്റ്റ്യൻ ഇതാടക്കണ് അല്ലേ. ഏതാ? ദാടക്കണ ബാട്ടിയാലി അല്ലേ, ദാടക്കണ ലാൽദ് അല്ലേ. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ബാട്ടിയാലി, ഫിഷർമാൻ, ബോട്ട്മാൻ. നമ്മൾ വെസ്റ്റ് ബംഗാൾ എന്നാ പഠിച്ചത്. ഈ വെസ്റ്റ് ഏൻഷ്യന്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ പഴയ ബംഗ്ലാദേശ് കൂടിയല്ലേ, ഇന്നത്തെ ബംഗ്ലാദേശ് കൂടിയല്ലേ. സോ ആൻസർ ഏതാ? ബാട്ടിയാലി. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഫോക്ക് മ്യൂസിക് ജമ്മു കാശ്മീർ സോങ് വെഡിങ് അല്ലെ. ജമ്മു കാശ്മീർ കല്യാണത്തിനൊക്കെ പാടുന്ന പാട്ട് വനവാൻ. എവിടെ ഉണ്ട് നടക്കണം? ഓപ്ഷൻ സി, വനവാൻ അല്ലെ. പാനിപൂരി എവിടെയാ? പാനിപൂരി സോറി പാനിഹരി എവിടെയാ? രാജസ്ഥാനിലാണ് പാനിഹരി അല്ലെ. വെള്ളം പാനി. അൽഹ എവിടെയാ? മധ്യപ്രദേശ്. ഈ ബൗള് വെസ്റ്റ് ബംഗാൾ കേട്ടോ. വെസ്റ്റ് ബംഗാൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫോക്ക് മ്യൂസിക് ആണ് ബൗല്, BAUL കേട്ടോ. വെസ്റ്റ് ബംഗാൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്ക് മ്യൂസിക് ആണ് ഇത് ബൗൽ മ്യൂസിക് എന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മുടെ ആൻസർ ഇപ്പൊ ഇതിലേതാണ്? നമ്മുടെ ജമ്മു കാശ്മീർ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പാട്ട് വനവാനാണ് അല്ലെ, വനവാൻ കേട്ടോ. ഈ ബൗല് നോക്കി വെച്ചാൽ നമ്മൾ നോട്ട് ചെയ്യാത്തൊരു സാധനമാണ്. സോ ബൗല് വെസ്റ്റ് ബംഗാൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫോക്ക് മ്യൂസിക് ആണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് പ്രൊമണന്റ്ലി യൂസ്ഡ് ഇൻ ബോത്ത് കർണാട്ടിക് ആൻഡ് ഹിന്ദുസ്ഥാനി മ്യൂസിക്? ഞാൻ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ കണ്ട, 2022 CGL ചോദിച്ചതാണ് കേട്ടോ. ഹിന്ദുസ്ഥാനി സംഗീതത്തിലും കർണാട്ടിക് സംഗീതത്തിലും ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്, ബോത്ത് രണ്ടിലും ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാടാ? തമ്പുര. ഞാൻ നേരത്തെ പറയില്ലേ, നോട്ട് നിൽക്കാൻ പറയില്ലേ, കാരണം അത് PV ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് തമ്പുര. നമ്മുടെ തമ്പുര കർണാട്ടിക് സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കേടാ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെറ്റിൽ ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളത്. ഓക്കെ. സോ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യുക? ഇത് നോട്ട് ഉണ്ടാക്കി കുറച്ച് അഡീഷണൽ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തി പഠിക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഒരു 70-80% മാത്രമേ നിങ്ങൾക്ക് ഞാനായിട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങളോട് എന്ത് ചെയ്യണം? എല്ലാം പഠിച്ചു പോകണം. ഓക്കെ. സോ
മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത് കുറച്ച് പേര് നമ്മുടെ 5 ഇയർ പ്ലാനിന്റെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സെൻസസിന്റെ പാർട്ട് 2 PPT ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പറ്റുന്ന സമയങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള പുതിയ പുതിയ ടോപ്പിക്കുകളും കണ്ടന്റുകളും എന്താണ് എത്തിക്കുന്നതാണ്. അപ്പൊ മാക്സിമം നിങ്ങളുടെ രീതിയിൽ എന്താണ് നമുക്കൊരു സപ്പോർട്ട് വേണം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.